ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 20 ജൂലൈ 2026 മെയിനായിട്ടുള്ള കറണ്ട് അഫേഴ്സാണ്. കറണ്ട് അഫേഴ്സ് വെറുതെ ചോദ്യോത്തരമായിട്ട് മാത്രമല്ല, വിശദമായിട്ട് തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ട്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അധികം വൈകിപ്പിക്കുന്നില്ല. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2026 ഫിഫ ലോകകപ്പ് ജേതാക്കൾ ആരാണ്? നമുക്കറിയാം, കഴിഞ്ഞ ദിവസമായിരുന്നു ഫിഫ ലോകകപ്പ് ജേതാക്കളെന്ന് പറയുന്നത് സ്പെയിനാണ്. സ്പെയിനിൻ്റെ 2ാം ലോക കിരീടമാണിത്. സ്പെയിനിൻ്റെ വിജയ ഗോൾ നേടിയത് ഫെറാൻ ടോറസ് ആണ്. സ്പെയിനിൻ്റെ ക്യാപ്റ്റനായിരുന്നത് റോഡ്രിഗസ് ആണ്. ലോകകപ്പിലെ മികച്ച യുവതാരം എന്നറിയപ്പെടുന്നത് പൗ കുബേഴ്സിയാണ്. സ്പെയിനിൻ്റെ തന്നെ പ്ലെയറാണ്. അടുത്തത് ഗോൾഡൻ ഗ്ലവ് പുരസ്കാരം നേടിയത് ഉനായ് സിമോൺ. ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയത് റോഡ്രി. ഗോൾഡൻ ബൂട്ട് പുരസ്കാരം നേടിയത് കിലിയൻ എംബാപ്പയാണ്. കിലിയൻ എംബാപ്പെ 2022 ഗോൾഡൻ ബൂട്ട് നേടിയിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിൻ്റണിൽ കിരീടം നേടിയ ഇന്ത്യൻ താരം ആരാണ്? PV സിന്ധു. ജപ്പാൻ്റെ അകാനെ യമാഗുച്ചിയാണ് 21-17, 21-17 എന്ന സ്കോറിനാണ് PV സിന്ധു പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഇത് 2019, അതായത് 7 വർഷം മുമ്പുള്ള ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയതിന് ശേഷം, 2019 ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയതിന് ശേഷം, അതായത് 7 വർഷത്തിന് ശേഷമാണ് PV സിന്ധുവിൻ്റെ ഏറ്റവും വലിയ ഒരു വിജയമായിട്ട് ഇത് കണക്കാക്കുന്നത്. 2024 സയ്യിദ് മോദി ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ വിജയിയായി എങ്കിലും അതിനുശേഷമുള്ള ആദ്യത്തെ കിരീടമാണ് ഈ ജപ്പാൻ ഓപ്പൺ ബാഡ്മിൻ്റണിൽ. അടുത്ത ചോദ്യം നോക്കാം. 2026 ജൂലൈയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സന്ദർശിച്ച രാജ്യങ്ങൾ ഏതെല്ലാം? മോൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ. മോൾഡോവ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. അടുത്ത ചോദ്യം. വ്യവസായ മേഖലയ്ക്ക് വേണ്ട രീതിയിൽ വിദ്യാർത്ഥികൾക്ക് ഇൻറ്റേൺഷിപ്പിന് അവസരമൊരുക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പോർട്ടൽ ഏത്? ഇഗ്നൈറ്റ് ആണ്. അടുത്ത ചോദ്യം. കിമി K3 എന്ന AI മോഡൽ പുറത്തിറക്കിയ ചൈനീസ് കമ്പനി ഏത്? ആൻസർ മൂൺഷോട്ട് AI ആണ്. ഇതൊരു ലാർജ് ലാംഗ്വേജ് മോഡൽ AI ആണ്. നമ്മുടെ ChatGPT, ക്ലൗഡ്, ജെമിനി പോലുള്ള അവയോട് മത്സരിച്ച് നിൽക്കുന്ന ഒരു AI ആണിത്. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ നിർമ്മിത ഓർബിറ്റൽ റോക്കറ്റ് ഏതാണ്? പേര് വിക്രം 1 ആണ്. വിക്രം 1ൻ്റെ വിക്ഷേപണ ദൗത്യത്തിൻ്റെ പേര് മിഷൻ ആഗമൻ എന്നാണ്. അടുത്ത് വിക്രം 1 നിർമ്മിച്ചത് സ്കൈ റൂട്ട് എയറോസ്പേസ് ആണ്. ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു പോയതാണ്. സ്കൈ റൂട്ട് എയറോസ്പേസ്, ഹൈദരാബാദ്. വിക്രം 1ൻ്റെ വിക്ഷേപണ സ്ഥലം എന്ന് പറയുന്നത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, ശ്രീഹരിക്കോട്ട. വിക്ഷേപണ തീയതി ആയിരുന്നത് 2026 ജൂലൈ 18 ഈ വിക്രം 1 350 കിലോഗ്രാം ഭാരം വരെ വഹിക്കുന്നതാണ്. അടുത്ത് ഈ വിക്രം 1 എന്ന പേര് നൽകിയത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവായിട്ടുള്ള വിക്രം സാരാഭായിയുടെ ബഹുമാനാർത്ഥമാണ് വിക്രം 1 എന്നുള്ള പേര് നൽകിയത്. ഇനി സ്കൈ റൂട്ട് എയറോസ്പേസിൻ്റെ CEO എന്ന് പറയുന്നത് പവൻകുമാർ ചന്ദനയാണ്. ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വളരെ കുറച്ച് കറണ്ട് അഫയേഴ്സ് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ ദിവസവും നമ്മുടെ ചാനലിൻ്റെ ഷോർട്ട് വീഡിയോയിൽ എല്ലാ ദിവസത്തെയും കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ്, അതായത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് വരുന്നതൊക്കെ അതിൽ രാവിലെ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പം നമുക്ക് എന്തായാലും VFA, LDC, LGS പോലുള്ള എക്സാമിനൊക്കെ കറണ്ട് അഫയേഴ്സ് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. പ്രത്യേകിച്ച് VFA പോലുള്ള എക്സാമിന് 20 മാർക്കിനാണ് CA ചോദിക്കുന്നത്. അപ്പോൾ അത്രത്തോളം പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ 1 വേർഡ് ചോദ്യം എന്നതിലുപരി അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഫാക്ട്സും കൂടെ ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായവർ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. വളരെ വേഗത്തിൽ പറഞ്ഞു പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക.
നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് എന്താണ് അഭിപ്രായമുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ആവശ്യങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അപ്പോൾ ഇനിയും അതുപോലെയുള്ള വീഡിയോസ് ഇനിയും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടണേന്നും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.